നമസ്കാരം. അന്ന സെബാസ്റ്റ്യൻ പേരയിലിൽ എന്ന 26-കാരിയുടെ മരണം ദേശീയ തലത്തിൽ ഏറെ ചർച്ചകൾക്ക് കാരണമായി തീർന്ന ഒന്നാണ്. ചാർട്ടേഡ് അക്കൗണ്ടായി ജോലി ചെയ്തിരുന്ന അന്ന അമിത ജോലി സമ്മർദ്ദത്തെ തുടർന്നാണ് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടതെന്ന ആരോപണങ്ങളാണ് ഉയർന്നത്. ഇതേ തുടർന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം അന്വേഷണ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. ദേശീയ തലത്തിൽ വൻ ചർച്ചയായി തീർന്ന ആ സംഭവത്തിനൊപ്പം ഇതാ കേരളത്തിൽ നിന്നും സമാനമായ മരണങ്ങളുടെ നീണ്ട പട്ടിക തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. 2023 ശേഷം ഹൃദയാഘാതം വന്ന് 12 IT ജീവനക്കാരാണ് സംസ്ഥാനത്ത് മരണപ്പെട്ടത്. ആ 12 പേരും 30-നും 50-നും ഇടയിൽ പ്രായമുള്ളവരാണെന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഈ അകാല മരണങ്ങൾക്ക് കാരണം ജോലി സമ്മർദ്ദമാണെന്ന് സംശയമുയർത്തി അടിയന്തര സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് IT രംഗത്തെ ജീവനക്കാരുടെ സംഘടനയായ പ്രതിധ്വനി. ഇക്കാര്യം ആവശ്യപ്പെട്ട അവർ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിവേദനവും സമർപ്പിച്ചു കഴിഞ്ഞു. പൂനെയിൽ ഏണസ്റ്റ് ആൻഡ് യങ്ങിൽ എക്സിക്യൂട്ടീവ് ആയിരുന്ന അന്ന സെബാസ്റ്റ്യന്റെ അനുഭവം ഒറ്റപ്പെട്ടതല്ലെന്നും അത്തരം സംഭവങ്ങൾ കേരളത്തിലും വ്യാപകമായി വരികയാണെന്നും പ്രതിധ്വനി സംഘടന ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച പോസ്റ്റുകളിൽ നിന്നും മനസ്സിലാക്കാനാകും. കൊല്ലം സ്വദേശിയും 40 വയസ്സുകാരനുമായ രാഹുൽ VS, തമിഴ്നാട് സ്വദേശി കനിവാലൻ രമേശ് എന്ന 41-കാരൻ, കണ്ണൂർ സ്വദേശിനി 30-കാരിയായ ജീന ബി, തൊടുപുഴ സ്വദേശിനി ദിവ്യ സുന്ദരം എന്ന 40-കാരി, 49 വയസ്സുകാരനായ കൊച്ചി സ്വദേശി ജയൻ, പോത്തൻകോട് സ്വദേശി 32 വയസ്സുകാരിയായ ശ്രുതി ശങ്കർ എന്നിങ്ങനെ നീളുന്നു കേരളത്തിനകത്തും പുറത്തും ജോലി ചെയ്ത് ഇക്കഴിഞ്ഞ മാസങ്ങളിൽ മരണപ്പെട്ട IT ജീവനക്കാരുടെ പട്ടിക. ഈ വിഷയത്തിൽ കൃത്യമായ പഠനം നടക്കേണ്ടതായുണ്ട്. അങ്ങനെ വന്നാൽ ഈ മരണപ്പട്ടിക ഇനിയും നീളുമെന്നാണ് പ്രതിധ്വനി സംഘടനാ നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം നിലവിൽ കൃത്യതയുള്ള ഒരു പഠനം ഈ വിഷയത്തിൽ ഇല്ല എന്നതിനാൽ ജോലി സമ്മർദ്ദമാണ് ഈ IT പ്രൊഫഷണലുകളുടെ ജീവഹാനിക്ക് കാരണമെന്ന് തീർത്തും പറയാനുമാകില്ല. എങ്കിലും IT രംഗത്തെ ജോലി തീർത്തും സമ്മർദ്ദഭരിതമാണെന്നാണ് ഈ മേഖലയിലെ ജീവനക്കാരുടെ അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രതിധ്വനി പോലൊരു സംഘടന അതിന് അടിവരയിടുകയും ചെയ്യുന്നു. പല IT കമ്പനികളിലെയും മാനേജർമാർ തങ്ങളുടെ മേൽനോട്ടത്തിന് കീഴിലുള്ള ടീം അംഗങ്ങൾക്ക് അനുവദിക്കുന്ന ജോലി ചെയ്തു തീർക്കേണ്ട നിശ്ചിത സമയപരിധി അഥവാ ഡെഡ് ലൈൻ പലപ്പോഴും മാനസിക സമ്മർദ്ദങ്ങൾക്ക് വഴിവെക്കുന്നു എന്നാണ് ജീവനക്കാർ ഊന്നി പറയുന്നത്. ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പോലും കടുംപിടുത്തം പിടിക്കുന്ന മൈക്രോ മാനേജ്മെന്റ് രീതിയാണ് പലപ്പോഴും മേലുദ്യോഗസ്ഥർ സ്വീകരിക്കുന്നത്. മാനേജർമാർ നൽകുന്ന ഡെഡ് ലൈനിനുള്ളിൽ പണി തീർക്കാൻ ജീവനക്കാർ ഏറെ പ്രയാസപ്പെടുന്നതായും കണ്ടുവരാറുണ്ട്. എത്ര കഷ്ടപ്പെട്ടിട്ടും പണി തീരാതാവുന്നതോടെ അധിക സമയം ജോലി ചെയ്യാൻ അവർ നിർബന്ധിതരാകുന്നു. ചിലപ്പോൾ ഉറക്കം തന്നെ നഷ്ടപ്പെട്ടിട്ടുള്ള ജോലികളാണ് പലരും ചെയ്യുന്നത്. മാത്രവുമല്ല കുടുംബവുമൊത്ത് സമയം പോലും ചിലവഴിക്കാൻ പലർക്കും കഴിയാറുമില്ല. ഇനി ജോലി സമയം കഴിഞ്ഞാൽ തന്നെ പലപ്പോഴും ഓഫീസ് കാര്യങ്ങൾക്കും മറ്റുമായി തുരുതുരെ ഫോൺ കോളുകൾ വരാറുണ്ടെന്നും ജീവനക്കാർ പറയുന്നു. ഇങ്ങനെ സദാസമയവും ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പലർക്കും ചിന്താവിഷയമായി മാറുന്നത്. ജീവനക്കാരെ അധിക സമയം ജോലി എടുപ്പിക്കുന്നതിൽ മിക്ക കമ്പനികൾക്കും കൃത്യമായ നയങ്ങൾ മുമ്പുണ്ടായിരുന്നതാണ്. ഒരു ജീവനക്കാരനെ അധിക സമയം ജോലി എടുപ്പിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരുടെയോ മാനേജർമാരുടെയോ അനുമതി അത്യാവശ്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ മിക്ക കമ്പനികളും ഇക്കാര്യങ്ങൾ പാലിക്കുന്നില്ല എന്നാണ് പരാതികൾ ചൂണ്ടിക്കാണിക്കുന്നത്. കോവിഡ് മഹാമാരിയെ തുടർന്ന് പല കമ്പനികളും വർക്ക് ഫ്രം ഹോം ജോബ് രീതികളിലേക്ക് ചുവടുമാറി. ഇതോടെ ജീവനക്കാർ വീടിനുള്ളിൽ തന്നെ ഇരുന്ന് ജോലി ചെയ്യേണ്ട സാഹചര്യം ഉടലെടുത്തു. ഇതേ തുടർന്ന് ഓഫീസിലെ സഹപ്രവർത്തകരുമായുള്ള ബന്ധം ഫോണിലൂടെ മാത്രമായി ഒതുങ്ങി. ഇതും പലവിധ മാനസിക ശാരീരിക പ്രശ്നങ്ങൾക്ക് കാരണമായി തീരുന്നുണ്ട്. വർക്ക് ഫ്രം ഹോമായി ജോലി ചെയ്യുന്ന ജീവനക്കാർ 24 മണിക്കൂറും ഓൺലൈനിൽ അവൈലബിൾ ആയിരിക്കണമെന്നാണ് ചില കമ്പനികൾ ആവശ്യപ്പെടുന്നത്. ഇത്തരത്തിൽ ഓഫീസിലും വീട്ടിലും ജോലി ചെയ്യാമെന്ന ഹൈബ്രിഡ് മോഡിലേക്ക് കമ്പനികൾ മാറിയതിലൂടെ ഗുണവും അതിനൊപ്പം ദോഷവും ഉണ്ടെന്ന് പ്രതിധ്വനി തിരുവനന്തപുരം ടെക്നോ പാർക്ക് യൂണിറ്റ് സെക്രട്ടറി വിനീത് ചന്ദ്രൻ അഭിപ്രായപ്പെടുന്നു. ജീവനക്കാരുടെ ഇത്തരം പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് ചില കമ്പനികൾ ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ഓഫീസിലെത്തണമെന്ന നിബന്ധന വെക്കുകയുണ്ടായി. IT ജീവനക്കാർക്ക് മെച്ചപ്പെട്ട തൊഴിലിടങ്ങൾ സാധ്യമാക്കുന്നതിന് നിരവധി നിർദ്ദേശങ്ങളാണ് പ്രതിധ്വനി സർക്കാരിന് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നത്. തൊഴിൽ നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കുക, പരാതി പരിഹാര സംവിധാനം, തൊഴിൽ സാഹചര്യങ്ങൾ പരിശോധിക്കാൻ സർക്കാർ തലത്തിൽ കമ്മിറ്റി രൂപീകരിക്കുക, IT ജീവനക്കാർക്കായി മാനസികാരോഗ്യ ഹെൽപ്പ് ലൈൻ സ്ഥാപിക്കുക, ആരോഗ്യ ഇൻഷുറൻസിൽ മാനസിക രോഗങ്ങളും ഉൾപ്പെടുത്തുക, 2017 മെന്റൽ ഹെൽത്ത് കെയർ ആക്ടിലെ മാനദണ്ഡങ്ങൾ നടപ്പിലാക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൽ പ്രധാനം. ഇക്കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അനുഭാവപൂർണമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകിയതായാണ് പ്രതിധ്വനിയുടെ നേതൃത്വം പറയുന്നത്. തൊഴിലാളികളുടെ വിവിധ വിഷയങ്ങളിൽ ഇടപെടുന്നതിനൊപ്പം ജീവനക്കാർക്കിടയിൽ ബോധവൽക്കരണം നടത്തുന്നതിനായി സെമിനാർ
സെമിനാറുകളും ഡിസ്കൗണ്ട് നിരക്കിൽ മെഡിക്കൽ ക്യാമ്പുകളും പ്രതിദിന നേതൃത്വം സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ജോലി മാത്രമാണ് ജീവിതം എന്ന രീതിയിൽ ജീവിച്ചു പോകുന്ന ചില ജീവനക്കാരുണ്ട്. അവർ തങ്ങളുടെ ആരോഗ്യത്തിനോ സ്വകാര്യ ജീവിതത്തിനോ പോലുമോ വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാറില്ല. എന്നാൽ അത് ശാരീരിക മാനസിക ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് ജീവനക്കാരെ നയിക്കും. അതിനാൽ ജോലിക്കിടയിൽ ഇടവേളകൾ എടുക്കേണ്ടത് അനിവാര്യമാണ്. അത് കുടുംബത്തിനൊപ്പം സമയം ചെലവഴിക്കാനും ഉപകരിക്കും. മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കാൻ യോഗ പോലുള്ള മെഡിറ്റേഷൻ രീതികൾ അവലംബിക്കാം. ദീർഘനേരം ഇരുന്ന് ജോലി ചെയ്യുന്നതിനാൽ വ്യായാമവും അത്യാവശ്യമാണ്. ആരോഗ്യ സംരക്ഷണത്തിനായി കൃത്യമായി ഭക്ഷണം കഴിക്കുകയും നന്നായി ഉറങ്ങുകയും വേണം. അതുപോലെ തന്നെ ഏതെങ്കിലും വിധത്തിൽ മാനസിക സമ്മർദ്ദങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായാൽ വിശ്വസ്തരുമായി അത് പങ്കുവെക്കുകയും വേണം. കാരണം ജോലി മാത്രമല്ല ജീവിതം, ജീവിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ് ജോലി. അല്ലാതെ അമിത ജോലി സമ്മർദ്ദത്തെ തുടർന്ന് ഇനി ആരും മരണപ്പെടാൻ ഇടയാകരുത്. അതിനായി തൊഴിലിടങ്ങളിൽ സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായ നിർദ്ദേശങ്ങളും നിരീക്ഷണങ്ങളും നടത്തേണ്ടതായുണ്ട്. വാർത്തയുടെ നിറം തേടി തനിനിറം.